ഹായ്, ഞാൻ അനുരാധ. വെൽക്കം ടു നന്ദു ടീസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈസി കേരള സ്റ്റൈൽ പൊറോട്ടയാണ്. ഇത് നമുക്ക് വീട്ടിൽ വീശി അടിക്കാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് വായിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീശി അടിക്കാതെ പൊറോട്ട എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ റിഫൈൻഡ് ഓയിൽ വേണം ആവശ്യത്തിന്. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 1/2 കപ്പ് പാല് വേണം. ഇത് നീഡ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 മുട്ട വേണം. പിന്നെ ഇത് നീഡ് ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെള്ളം, പിന്നെ മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് മൈദ ചേർത്ത് കൊടുക്കുക. 1/2 കിലോ മൈദ. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ നടുക്കൊരു ഹോൾ ഉണ്ടാക്കാം. എന്നിട്ട് ഇതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് നെയ്യും പാലും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഫുൾ പാലും ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് ഒരു ഡോ കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. ഇത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വേണം നീഡ് ചെയ്തെടുക്കാൻ. നല്ലോണം ഒന്ന് നീഡ് ചെയ്യണം. ഏകദേശം 10 മിനിറ്റ് ഇത് നീഡ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഫുഡ് പ്രോസസർ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാനിത് 10 മിനിറ്റ് നീഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ളും ഒന്ന് എണ്ണ കൊണ്ട് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് നല്ലോണം എണ്ണ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡാം ക്ലോത്ത് കൊണ്ടൊന്ന് മൂടി വെക്കാം. ഇത് 4 മണിക്കൂർ ഇങ്ങനെ വെക്കണം. അപ്പൊ ഇത് 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾ ആക്കി എടുക്കാം. അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നീളത്തില് റോൾ ചെയ്യാം. ഇനി ഇതൊന്ന് മുറിക്കാം. ഇത് തീരെ ചെറുതാവുകയും ചെയ്യരുത്, അതേസമയം തീരെ വലുതാവുകയും ചെയ്യല്. ഒരു ചെറിയ ഓറഞ്ചിന്റെ സൈസിൽ വേണം ഇത് റോൾ ചെയ്യാൻ. ഇനി നമുക്ക് ബോൾ ആക്കാം. ഇത് അതിനുവേണ്ടി കയ്യിൽ കുറച്ച് എണ്ണ ആദ്യം തടവണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മറ്റേ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്ന പോർഷനും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതെല്ലാം കവർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഇതെല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേളിൽ നല്ലപോലെ ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഞാൻ ഇതെല്ലാം എണ്ണ കൊണ്ട് നല്ലോണം ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നനഞ്ഞ ഉണി ഒന്ന് മൂടി വെക്കാം. ഇത് 15 മിനിറ്റ്സ് ഇങ്ങനെ മൂടി വെക്കണം. അപ്പൊ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്താൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പൊ കൗണ്ടർ ടോപ്പിൽ എണ്ണ തേച്ചിട്ടാണ് ഇത് പരത്താൻ. കൈ കൊണ്ട് വേണം ഇത് പരത്തി എടുക്കാൻ. ഇതിനിടയ്ക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. ഇത് കൗണ്ടർ ടോപ്പ് അടിയിൽ കാണുന്ന വരെ ഇതൊന്ന് പ്രസ് ചെയ്ത് പരത്തിക്കൊണ്ടിരിക്കണം. ഇതെന്റെ അമ്മേന്റെ ഫ്രണ്ട് ജിത്തേന്റെ റെസിപ്പിയാണ്. ഇതിൽ കുറച്ച് ഹോൾസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തിന്നായിട്ട് വേണം സ്പ്രെഡ് ചെയ്യാൻ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു എൻഡിന്ന് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇത് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു 2 വിരലിന്റെ ഇടയിൽ വെച്ച് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് സ്ട്രെച്ച് ചെയ്തിട്ടൊന്ന് അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് ഡാം ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യാം. കുറച്ച് നെയ്യും എണ്ണയും തമ്മിൽ മിക്സ് ചെയ്യുവാണ്. 2 ടീസ്പൂൺ എണ്ണയും 2 ടീസ്പൂൺ നെയ്യുമാണ്. നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആണ് നെയ്യ് വരുമ്പോ ഇതില്. അപ്പൊ ഞാൻ ഇതിലെല്ലാം ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് തന്നെ വേണം ഇതൊന്ന് പരത്തി കൊടുക്കാൻ. കാരണം പലക കൊണ്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ലാസ്റ്റ് പോവാൻ സാധ്യതയുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പൊ തന്നെ ഇതില് ലാസ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നെയ്യും എണ്ണ മിക്സ്ചർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലൊന്ന് എണ്ണ തേച്ച് കൊടുക്കാം. നെയ്യും എണ്ണ മിക്സ്ചർ ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചിടണം. ഇപ്പൊ ഇത് മുരിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നല്ല ചൂടുള്ളപ്പോ തന്നെ അടിക്കണം. ഇത് കുറച്ചുകൂടെ ഒന്ന് ലെയർ ഫോം ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ ദാ ഇവിടെ ലെയർ വന്നിട്ടുണ്ട്. ഇത് 4-5 എണ്ണം ഒരുമിച്ച് വെച്ച് വേണം ചെയ്യാൻ. അപ്പൊ നമ്മുടെ പൊറോട്ട നല്ല ലെയർഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഡിഷായിട്ട് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് സൈനിങ് ഓഫ്. ബൈ.